വനത്തിൻ്റെ അരികിലാണ് എൻ്റെ വീട്. ഞങ്ങൾ അവിടെ ഒരു മാവിൽ മാങ്ങ പറിക്കാനായി പോയപ്പോൾ ശരിക്കും ആ വഴി ആനകൾ അധികം വരുന്നില്ല. പക്ഷെ എന്നാൽ ഞങ്ങൾ പോയ സമയത്ത് ആന ഉണ്ടായിരുന്നു. എൻ്റെ വൈഫാണത് കണ്ടത്. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് കയറിച്ചതെന്ന് പറഞ്ഞു, ആനയോട് നീ അവിടെ നിൽക്കണം, എൻ്റെ കൂടെയുള്ള ആൾക്ക് ഭയമാണ്, ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. ആ ആന അവിടെ നിന്ന് തിരിഞ്ഞ് അങ്ങോട്ടേക്ക് നിന്നു. അതിൻ്റെ പുറകെ നിന്ന ആനോടും വന്ന ആനോട് ഞാൻ അത് തന്നെ പറഞ്ഞു. ഈ ആന രണ്ടും കൂടി തിരിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ഇന്നേ വരെ ഒരു പൂച്ചയോട് പറഞ്ഞാൽ പോലും അത് അനുസരിക്കാത്ത ഈ കാട്ടാനകൾ എങ്ങനെ അനുസരിച്ചു എന്നുള്ളതാണ്. തിരിച്ച് ഞാൻ വരുമ്പോഴും ഇതുപോലെ തന്നെ ഒരു കുഞ്ഞാനയായിട്ട് വരുന്ന ആ വലിയ ആന എൻ്റെ തൊട്ടരികിൽ കൂടി വന്നപ്പോഴും ആ ആന തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഞാനിങ്ങനെ തന്നെ നിൽക്കുന്നു. ആന എൻ്റെ തൊട്ടരികിലൂടെ കുഞ്ഞിനെയും തിരിച്ചു വെച്ചിട്ടുണ്ട്, വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി, കാട്ടിലൂടെ കയറിപ്പോയി. ഇതെല്ലാം എനിക്കുണ്ടായ അനുഭവങ്ങളാണ്. ഇത് സാക്ഷ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാനിവിടെ നിൽക്കുന്നു എന്നത് തന്നെയാണ്. അനുഭവങ്ങൾ എനിക്ക് ഏറെയുണ്ട്, ഒരുപാട് പറയാനുണ്ട്. എങ്കിലും ഇപ്പോൾ സമയം അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും ഇനി എന്നെ എങ്ങനെ ഇവിടെ എത്തിക്കുന്നു എന്നുള്ളതും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതും എൻ്റെ ഇവിടുത്തെ പ്രാർത്ഥന, ഈശോ, അതുപോലെ കൃപാസനത്തിന് അമ്മ, എത്ര പറഞ്ഞു തീരാത്താലും നന്ദി. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് അവതരിപ്പിക്കുന്നതാണ്.